ഗൈസ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഇനി ഡെയിലി സഹിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഫുൾ വ്ളോഗാണ്. യെസ്, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. യെസ് സർ. ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. എളിമാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ചെറിയ ട്രിപ്പ്, വലിയ ട്രിപ്പ് ചെറുതായിട്ട് വലിയൊരു ട്രിപ്പ്. അംബാനിന്റെ മോളാണല്ലോ. അതായത് ചെറുതായിട്ട് ചെറിയ വലിയൊരു ട്രിപ്പ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് നെടുമ്പാശ്ശേരി എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഞങ്ങൾ ഡ്രൈവർ പൾബർ. അപ്പോൾ ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ടാണ് കുറേ കാലം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് നല്ല പ്രശ്നമുണ്ട്, അതാണ് അങ്ങനെ. അപ്പോൾ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ഷോർട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. അതൊന്ന് പോയി കണ്ടിട്ട് വരും ഗൈസ്. അപ്പം ഇന്നത്തെ ഞങ്ങളെ കോസ്റ്റ്യൂമാണ് എയർപോർട്ടിലേക്കുള്ള. കപ്പിൾ ഗേൾസ് ആണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫ്കാക്ക. സത്യമാണ് ആദ്യം എഫ്കാക്കയാണ് ഡ്രസ്സ് എടുത്തത്, പിന്നെയാണ് ഞാൻ എടുത്തത്. ശരി, ചെയ്ത് വന്നപ്പോൾ സെറ്റായി. അപ്പം എന്നാൽ റെഡി ആയിട്ട് കാണാം. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ റെഡി ആയതാണ്. ഈ കാണുന്നത് ആളുടെ ഔട്ട്ഫിറ്റ് എൻ്റെതല്ലേ. ഇങ്ങനെ അതിങ്ങനെ ക്യൂട്ട്നെസ്. അപ്പോൾ ആളുടെ ഔട്ട്ഫിറ്റാണ് കൂടുതൽ രസം എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച എന്തായാലും തല്ലാവും. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യണം. അതെ, എനിക്കറിയാം ഞാനായിരിക്കും എന്ന് എനിക്കറിയാം, എന്നാലും പ്രശ്നമില്ല, സങ്കടപ്പെടുത്തണ്ടാരും. അങ്ങനെ ഒരു ചായ, ചെറിയൊരു കോഫി. ഇതാണ് ഗൈസോടെ അവസ്ഥ. ഇറങ്ങി അരമണിക്കൂറായിട്ടുള്ളൂ ഞങ്ങള്. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറ്റിപ്പുറം എത്തുന്നതിന്റെ മുന്നേ ചായ വെറുതെ പോയിക്കൊണ്ടിരിക്കല്ലോ. ചെറിയൊരു കോഫി. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ എടപ്പാളില് ഞങ്ങള് സ്ഥിരമായിട്ട് ചായ അടിക്കണം. എടപ്പാൾ എത്തുന്നതിന്റെ മുന്നേ സ്ഥിരമായിട്ട് ചായ അടിക്കണ ഒരു നല്ലൊരു സ്പോട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചത്. ട്രിപ്പിലെ ഫസ്റ്റ് ഫുഡാണ് ബ്ലാക്ക് കോഫി. അവിടെ എന്തായിരുന്നു? ടേസ്റ്റ് ഉണ്ടോ? ഈ ഒരു സ്പോട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. എടപ്പാൾ കുറച്ച് മുമ്പായിട്ട് റോയൽ സിറ്റി. നല്ല സ്നാക്സ് ആട്ടോ. നമ്മളെപ്പോൾ ഈ റൂട്ടിൽ പോവുകയാണെങ്കിലും ഇവിടെ നിന്ന് തന്നെ കഴിക്കൽ. അപ്പോൾ വേണ്ടവരൊന്ന് കയറി നോക്കുക. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പറയാം എന്നാ പോലെ വണ്ടി എടുത്തോളൂ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും. പോകുമ്പോൾ നല്ല രസമുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാൻ തോന്നി. ഈ റൂട്ട് കൂടെയാണ് ശരിക്കും എറണാകുളത്ത് പോകാൻ നല്ല സുഖം. അതായത് പന്നിത്തടം വഴി തൃശ്ശൂർക്കുള്ള റോഡ് നല്ല റോഡാണ്. നല്ല രസമല്ലേ കാണാൻ രണ്ട് സൈഡും. അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും ഗൈസ്. പിന്നെ പോലത്തെ കുന്തളിപ്പോ ആ പള്ളി കാണുന്നില്ല, ചെറുതായിട്ട് കണ്ടിട്ട് ഫ്രണ്ടിലെത്തുമ്പോൾ ചിലപ്പോൾ വ്യൂ വരുമായിരിക്കും. നല്ല രസം കേട്ടോ പള്ളി. ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തിയ പിന്നെ കുറേ പള്ളികൾ കാണാൻ കിട്ടും. നമ്മളാ ഭാഗത്തേക്ക് ഫുൾ മുസ്ലിം പള്ളികളാണെങ്കിൽ ഇവിടെ കുറേ ക്രിസ്ത്യൻ പള്ളികൾ. എന്താ കാണാ? നല്ല രസമുണ്ട്. അടിപൊളി പള്ളി. ഇതാണ് മുണ്ടൂര്. മറ്റേ ഫിലിമിലില്ലേ ദിലീപിന്റെ തിളക്കല്ലേ? ഞാൻ സത്യം പറഞ്ഞ ആ ഫിലിം കണ്ടിട്ടില്ല. മറ്റേ എന്താണ് തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട്. തിളക്കത്തില് മുണ്ടൂര്, അവന് മുണ്ടൂരുന്നോണ്ട് അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. അങ്ങനെ എന്തോ ഉണ്ട് അതില്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ അവിടെ എവിടെയോ കേട്ടിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വലിയ നിലയിലെത്തി. അപ്പൊ മുണ്ടൂരുള്ള പള്ളി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറപ്പിച്ച് വിടുന്നുണ്ട്. മൈലേജ് അല്ല, ഷോർട്ടായി വരും കേട്ടോ. മൈലേജ് ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. കൊറേ ആൾക്കാർ കുറെ തെണ്ടികൾ പറയും കറക്റ്റ് ഒക്കെ മൈലേജ് ഇല്ലാന്ന്. കണ്ടോ 17.3 ആണ് മൈലേജ് ഇപ്പൊ ഈ റോഡില്. ഇതിനേക്കാളും നല്ല ഹൈവേ ആണെങ്കിൽ 18, 19 ഒക്കെ കിട്ടും. അതാണ് ഡീസൽ ക്രെറ്റന്റെ ഒരു പവർ. മൈലേജ് ഇല്ലാന്ന് പറയണ്ട. എല്ലാരും എടുത്തോ ക്രെറ്റോ, എല്ലാരും റോട്ടില് ഫുള്ള് ബ്ലാക്ക് ക്രെറ്റ. എങ്ങനെ ഉണ്ടാവും?
അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുറവുമില്ല. നല്ല കറുത്തുണ്ട് കേട്ടോ. സൺറൂഫ് ഞങ്ങളങ്ങനെ ഹൈവേയിലെത്തി. ഞങ്ങള് ടോള് കൊടുക്കാതെ പോവാണ്. ഒന്നുമല്ല, ഇപ്പൊ ഇവിടെ ടോള് കൊടുക്കണ്ട. അതായത് അതിന്റെ കാരണമുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് വെറും മോശമാണ്, ശോകം റോഡാണ്. അല്ലാതെ വെറുതെ ടോള് കൊടുക്കാതെ പോവല്ല. റോഡ് ഫുള്ള് മോശം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പണി നടന്നുകൊണ്ടിരിക്കല്ലേ, മൊത്തം മോശമാണ്. ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അങ്ങനെ ഞങ്ങൾക്കും ടോള് കൊടുക്കാതെ പോകാനുള്ള അവസരം കിട്ടി. ഹൈവേയിലെത്തി. ഗൂഗിൾ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. റോഡ് മോശം മാത്രല്ല, നല്ല ബ്ലോക്കുമാണ്. ഇപ്പൊ മനസ്സിലായ നമ്മൾ എന്തുകൊണ്ടാണ് ടോൾ കൊടുക്കാത്തത്. ആ ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ടോൾ കൊടുക്കാതെ പോരാൻ പറ്റിയത്. നല്ല ഹെവി ബ്ലോക്കാണ് മുന്നിലോട്ടാണ് കേട്ടോ. ലാസ്റ്റ് ടൈം നമ്മൾ ഇതിൽ കൂടെ പോയ സമയത്ത് 1.25 മണിക്കൂർ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ അത്ര ഹെവി ബ്ലോക്ക് ഒന്നുമില്ല, ബ്ലോക്ക് കുറെ കുറഞ്ഞിക്കണ്. കാരണം നമ്മൾ ഇതാ ഇപ്പൊ ഹൈവേയിലോട്ട് എൻട്രി ആയി. പക്ഷെ ആ സൈഡ് നോക്ക്, ആ സൈഡ് ഒന്ന് സൂം ചെയ്ത് നോക്ക്, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ടോള് കൊടുക്കാതെ പോണോണ്ടുള്ള പണികൾ ഹൈവേയില് കാത്തിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ബ്ലോക്കൊക്കെ കണ്ട് ഇങ്ങനെ രസമായിട്ട് എയർപോർട്ടിലോട്ട് പോവാം. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ 4.5 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എങ്ങട്ടാന്നുള്ളത് വരെ പറഞ്ഞിട്ടില്ലല്ലോ, പറയണ ശാ? പറയണോ? കുറച്ചു നേരം കൂടി കഴിയട്ടെ. പിന്നെ ഞങ്ങൾ സെഹറ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെയാണ് ഒരു ട്രിപ്പ് പോണത്. ആൻഡ് ഇറ്റ്സ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അകത്തോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ലോക്കാക്കി, ലെറ്റ്സ് ഗോ. നല്ല ആളുകൾ വരുമ്പോൾ മഴ പെയ്യും എന്ന് പറയണത് എത്ര സത്യമല്ലേ? കണ്ടില്ലേ, നല്ല മഴ പെയ്തിരുന്ന് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു ലേശ. അപ്പം നമുക്ക് ഏതായാലും ഇനി അകത്തെത്തിയിട്ട് കാണാം. അപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നല്ല ബബിൾ ടീ, സാൻഡ്വിച്ച്, പിന്നെന്താ ചീസി പൊറാട്ട റോള് ഒക്കെ നമ്മളെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഇതാ ബാക്കിൽ തന്നെ ഉണ്ട്. ക്ലബ് സുലൈമാനി. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുമ്പോൾ ഫുഡ് കോർട്ടിൽ ക്ലബ് സുലൈമാനി ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ ഈ വീഡിയോയിൽ പറയണ്ടോ? ഇപ്പോൾ പറയണില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളെ ഡെസ്റ്റിനേഷൻ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും മോശം പറയണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.